ലോക്സഭാ തെരഞ്ഞെടുപ്പ് വൻ വിജയത്തിന് പിന്നാലെ ക്യാമ്പസുകളിലും ഇടതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയാണ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFIക്ക് നഷ്ടമായി. 8 വർഷങ്ങൾക്ക് ശേഷം KSU MSF സഖ്യമാണ് യൂണിയൻ പിടിച്ചെടുത്തത്. SFIയുടെ മുഖത്തേറ്റ അടിയെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ഇവിടെ MSFന്റെയും KSUവിന്റെയും വിദ്യാർത്ഥികൾ മാത്രമല്ല ഞങ്ങളെ വോട്ട് ചെയ്ത് സഹായിച്ചത്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും ജനാധിപത്യപരമായ രീതിയിലേക്ക് ഉള്ള യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും നടക്കണം എന്നതിന്റെ സൂചനയായി ഈ വിജയം നമുക്ക് സമ്മാനിക്കുമ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു മോഡലാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ, മറ്റ് കോളേജുകളിൽ ഒരുപക്ഷെ SFI പരാജയപ്പെടേണ്ട ഒരു സംഘടനയായി വിദ്യാർത്ഥികൾ കണക്കാക്കുമ്പോഴും പൂർണ്ണമായ ഒരു ബദൽ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകാതെ പോകുന്നുണ്ടോ എന്ന ഞങ്ങളുടെ ആശങ്കക്ക് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് അറുതി വന്നിരിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ SFIക്ക് നഷ്ടമായി. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണല്ലോ KSU MSF മുന്നണി. എന്തായിരുന്നു ഈ സാഹചര്യം? ഇവിടെ SFIക്ക് എങ്ങനെ അടിപതറി? മഞ്ജുഷ, 8 വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല SFIക്ക് നഷ്ടമാകുന്നത്. ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് ചെയർമാൻമാർ തുടങ്ങിയ 5 പദവികളും അതുപോലെ തന്നെ 2 ജില്ലാ എക്സിക്യൂട്ടീവുകളും UDSF KSU MSF മുന്നണി നേടി. 3 മാത്രമാണ് 3 ജില്ലാ എക്സിക്യൂട്ടീവ് മാത്രമാണ് SFIക്ക് നേടാൻ കഴിഞ്ഞത്. ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ് SFIയെ സംബന്ധിച്ച്. ഇത് സംബന്ധിച്ച് ഇന്ന് MSFന്റെയും KSUവിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വലിയ ആക്ഷേപമാണ് SFIക്കെതിരെ അവർ ഉന്നയിച്ചിരിക്കുന്നത്. SFI ഏകാധിപത്യ ശൈലിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. SFIയുടെ ഈ ഒരു ശ്രമത്തിന് അധ്യാപകരും മന്ത്രി വരെ കൂട്ടുനിന്നു എന്ന വലിയ ഒരു ആക്ഷേപം ഉന്നയിച്ചു. UUSമാരെ വിളിച്ച് മന്ത്രി നേരിട്ട് വോട്ട് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ KSU UDF MSF സഖ്യം വിജയം നേടിയത് എന്ന് ഈ MSFന്റെയും KSUവിന്റെയും സംസ്ഥാന നേതാക്കൾ അവകാശപ്പെടുന്നു. വലിയ തിരിച്ചടി തന്നെ SFIക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സിദ്ധാർത്ഥന്റെ മരണമടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമാണ് SFIക്കെതിരെ സർവകലാശാല ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം SFIക്ക് നേരിട്ട ആ തിരിച്ചടി. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ ഒരു വിജയം നേരത്തെ ഐക്യമില്ലാതിരുന്നതുകൊണ്ട് MSFനും KSUവിനും നേടാൻ കഴിയാത്ത പല നേട്ടങ്ങൾക്കും ഈ ഒരു ഐക്യം അത് കാരണമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഈ ഒരു ഈ ഒരു ജയത്തിന്റെ തുടർച്ച ഇനിയും ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണം, MSF ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമായിട്ടാണ്. അതുപോലെ തന്നെ SFIക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള UUSകളുടെ കാർഡ് വരെ പിടിച്ചുവെച്ച സംഭവങ്ങൾ KS ഹംസ ചെയർമാനായിട്ടുള്ള കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്ന വലിയൊരു ആക്ഷേപവും MSF ഉന്നയിച്ചിട്ടുണ്ട്. അതുതന്നെയാണെങ്കിലും SFIയെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ UDSF. അത് KSUവും MSFും ചേർന്നുള്ള മുന്നണിയാണ്. അവർ പിടിച്ചിരിക്കുകയാണ്. കുർബാന